ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങുകിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ പെപ്പറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. പെപ്പർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക. ഈ ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ഏലക്കയും അതുപോലെ കുറച്ച് ഗ്രാമ്പുവും കുറച്ച് പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ബേ ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ കറിക്ക് തക്കാളിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടി സ്വാദ് കിട്ടും കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ കൊച്ചുള്ളിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഏകദേശം വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ലേശം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി ഒരു പേരിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫുഡ് കളറിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് മുളക് പൊടി ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് മല്ലിപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ച മണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കനും എടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലോട് കൂടിയതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 750 ഗ്രാമോളം വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യത്തെ 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ പിങ്ക് നിറമൊക്കെ മാറിയിട്ട് വൈറ്റ് കളറാവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം വേണം ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 5 മിനിറ്റ് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള വഴറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 3/4 സ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം എരിവൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കുറച്ച് ഗ്രേവി ഉള്ളത് നമുക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്ത് ഒരു ഡ്രൈ പരുവാക്കി എടുക്കാം കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കനൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇതേണ്ട നമ്മുടെ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വേറെ മസാലകളൊന്നുമില്ല. കുരുമുളക് പൊടിയുടെ ആ ടേസ്റ്റാണ് മുന്തി നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക.
മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെട്ടിനാട് ചിക്കൻ പെപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.